നമസ്കാരം. ഒരാൾക്ക് നമ്മുടെ മുന്നിൽ വെച്ച് അപസ്മാരബാധ ഉണ്ടാവുകയാണെങ്കിൽ അത് കാണുന്ന നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപസ്മാരം ഉണ്ടാകുന്ന ആളെ സംരക്ഷിക്കുക എന്നതാണ്. രോഗി നിൽക്കുകയാണെങ്കിൽ അയാളെ പതിയെ തറയിൽ കിടത്തുക. അയാൾ കിടക്കുകയാണെങ്കിൽ ചെറിയ തലയണ പോലെ മൃദുവായിട്ടുള്ള എന്തെങ്കിലും തലയുടെ കീഴെ വെക്കുക. ഛർദ്ദിക്കുകയാണെങ്കിൽ മുഖം പതിയെ ഒരു വശത്തേക്ക് തിരിക്കുക. അടുത്ത് ഫർണിച്ചറുകളോ പരിക്കിന് കാരണമായേക്കാവുന്ന മൂർച്ചയുള്ള വസ്തുക്കളോ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക. കയ്യോ കാലോ തലയോ മുട്ടി മുറിവേൽക്കാതെ ശ്രദ്ധിക്കുക. രോഗി എന്താണ് ചെയ്യുന്നതെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുകയും പിന്നീട് അക്കാര്യങ്ങൾ ഡോക്ടറോട് വിശദീകരിക്കുകയും ചെയ്യുക. ഇത് രോഗനിർണയത്തിന് വളരെ ഉപകാരപ്രദമായിരിക്കും. ഫിറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് രോഗിയുടെ വായിലൊന്നും ബലമായി ഇടരുത്. രോഗിയുടെ വായിൽ നിങ്ങളുടെ വിരൽ കടത്താൻ ശ്രമിക്കരുത്. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ വിരലിന് പരിക്കേൽക്കുകയും ചെയ്യാം. പൂർണ്ണമായ ബോധം തിരികെ കിട്ടുന്നതിന് മുമ്പ് ഒന്നും തിന്നാനോ കുടിക്കാനോ നൽകരുത്. അപസ്മാരബാധ ഉണ്ടാകുമ്പോൾ രോഗിയെ തറയിൽ ബലമായി അമർത്തിപ്പിടിക്കാൻ ശ്രമിക്കരുത്. ഇത് എല്ല് പൊട്ടാനും സന്ധികൾ വിട്ടുപോകാനും വരെ കാരണമായേക്കാം. രോഗിയെ കുലുക്കിയോ ഒച്ചയെടുത്തോ ഉണർത്താൻ ശ്രമിക്കരുത്. ഇതായ വ്യക്തിക്കോ നിങ്ങൾക്കോ പരിക്ക് ഏൽപ്പിച്ചേക്കാം. അപസ്മാരം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വെറുതെ CPR നൽകാനോ കൃത്രിമ ശ്വാസം നൽകാനോ ഒന്നും ശ്രമിക്കരുത്. അപസ്മാരബാധ നിലച്ചതിന് ശേഷം വ്യക്തി ഇരിക്കുകയാണെങ്കിൽ വീഴ്ച ഒഴിവാക്കാൻ സാവധാനത്തിൽ തറയിൽ കിടത്തുക. കഴുത്തിലോ അരയിലോ മുറുകി കിടക്കുന്ന വസ്ത്രങ്ങൾ അയച്ചിടുക. ആളെ ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തുക. വായിൽ നിന്നുള്ള ഉമിനീരും സ്രവങ്ങളും പുറത്തേക്ക് പോകാനും ശ്വാസം സുഗമമാകാനും ഇത് സഹായിക്കും. അപസ്മാരം ഉണ്ടായതിനു ശേഷം മിക്കവാറും ആളുകൾക്ക് ഒരു മയക്കം അനുഭവപ്പെടും. അതുകൊണ്ട് ഉണരുന്നതുവരെ സുരക്ഷിതമായൊരു സ്ഥലത്ത് വിശ്രമിക്കാൻ അനുവദിക്കുക. അതുവരെ രോഗിയോടൊപ്പം നിൽക്കുകയും ചെയ്യുക. രോഗിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ രോഗിയുടെ വായ ഒന്ന് പരിശോധിക്കുക. ഛർദിയോ അമിതമായ സ്രവങ്ങളോ ഉണ്ടെങ്കിൽ അത് തുടച്ചു കളയുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനൊരു അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത്.